നമസ്കാരം. ഏഷ്യൻ കപ്പ് മത്സരത്തിന്റെ ഫൈനൽ പോരാട്ടം ഓരോ ഇന്ത്യക്കാരനും ആവേശത്തോടെ കണ്ട മത്സരമാണ്. ചിരവൈരികളായ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിക്കുന്നതും കപ്പ് ഉയർത്തുന്നതും കാണാൻ ആകാംക്ഷയോടെയാണ് ഇന്ത്യൻ ജനത കാത്തിരുന്നത്. കളി തുടക്കം മുതലേ ത്രില്ലിംഗ് ആയിരുന്നു. രണ്ടാം ഇന്നിംഗ്സ് കളിക്കാനെത്തിയ ഇന്ത്യൻ ടീമിന്റെ തുടക്കത്തിലെ പ്രകടനം വളരെ മോശമായതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ശ്വാസമടക്കി പിടിച്ചാണ് കളി കണ്ടത്. പവർ പ്ലേ കഴിയുമ്പോഴേക്കും 3 വിക്കറ്റ് നഷ്ടപ്പെട്ട ഇന്ത്യയെ പിന്നീട് ഒറ്റയ്ക്ക് നിന്ന് നയിച്ച് വിജയത്തിലേക്ക് എത്തിച്ചത് തിലക് വർമ്മയാണ്. കളി കൈപ്പിടിയിലാക്കി ജയം സ്വന്തമാക്കിയിട്ടും കപ്പ് വാങ്ങാതെ ഇന്ത്യ മത്സരം വിട്ടതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയം. ഏഷ്യ കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ടീം ചാമ്പ്യന്മാരായിട്ടും അവർക്ക് ട്രോഫിയോ മെഡലോ ലഭിക്കാതെ വെറും കൈയോടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. ചിരവൈരികളായ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തകർത്ത് തുടരെ രണ്ടാം തവണയും ഏഷ്യൻ ക്രിക്കറ്റിലെ രാജാക്കന്മാരായെങ്കിലും കിരീടധാരണം കാണാനുള്ള ഭാഗ്യം ആരാധകർക്കുണ്ടായില്ല. ട്രോഫി മാത്രമല്ല, ഫൈനലിനു ശേഷം കളിക്കാർക്ക് നൽകാനിരുന്ന വിന്നേഴ്സ് മെഡലും ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് ഫൈനലിനു ശേഷം ഇന്ത്യൻ ടീമിന് ട്രോഫിയും കളിക്കാർക്ക് മെഡലും കിട്ടാതെ പോയതെന്ന് വിശദമായി നോക്കാം. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അതായത് ACC ചെയർമാൻ മൊഹ്സിൻ നഖ്വിയാണ് ഫൈനലിനു ശേഷം ചാമ്പ്യന്മാരാവുന്ന ടീമിന് ഏഷ്യ കപ്പ് സമ്മാനിക്കാനിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയായ നഖ്വിയിൽ നിന്ന് ഇത് സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഇന്ത്യൻ ടീം അറിയിക്കുകയായിരുന്നു. ഇന്ത്യയുമായി യുദ്ധത്തിലിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ഒരാളിൽ നിന്നും ട്രോഫി സ്വീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഇന്ത്യൻ ടീം ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇത് അവാർഡ് ദാന ചടങ്ങിൽ നാടകീയ രംഗങ്ങൾക്കും വഴിയൊരുക്കി. ഇന്ത്യൻ ടീം കർക്കശ നിലപാട് സ്വീകരിച്ചതോടെ സമ്മാനദാന ചടങ്ങ് 1 മണിക്കൂറോളം വൈകുകയും ചെയ്തു. അവാർഡ് ദാന ചടങ്ങിൽ അവതാരകനായ മുൻ ന്യൂസിലാൻഡ് താരം സൈമൺ ഡൂളാണ് ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ എത്തില്ലെന്ന കാര്യം അറിയിച്ചത്. ട്രോഫിയോ മെഡലോ ഏറ്റുവാങ്ങാൻ എത്തിയില്ലെന്നു മാത്രമല്ല, വേദിയിലേക്ക് വന്ന് ഫൈനലിനെ കുറിച്ച് സംസാരിക്കാൻ പോലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തയ്യാറായില്ല. ECB അതായത് എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് പ്രസിഡന്റ് ഖാലിദ് അൽ സറൂണിൽ നിന്നും ട്രോഫി സ്വീകരിക്കാൻ തങ്ങൾ ഒരുക്കമാണെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നതായാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ തൻ്റെ കയ്യിൽ നിന്നും ട്രോഫിയും മെഡലും ഏറ്റുവാങ്ങാൻ തയ്യാറല്ലെങ്കിൽ അത് നൽകില്ലെന്ന് നഖ്വിയും വ്യക്തമാക്കുകയായിരുന്നു. ഇന്ത്യൻ ടീം ട്രോഫി ഏറ്റുവാങ്ങാൻ വരില്ലെന്ന് സൈമൺ ഡൂൾ പറഞ്ഞതിനു പിന്നാലെ വേദിയിലിരുന്ന ട്രോഫി എടുത്തുകൊണ്ട് പോവുകയും നഖ്വി അടക്കം വേദിയിലുണ്ടായിരുന്ന അതിഥികൾ അവിടം വിടുകയും ചെയ്തു. ഇന്ത്യൻ ടീമിൽ നിന്ന് വ്യക്തിഗത പുരസ്കാരങ്ങൾ സ്വീകരിക്കാനുണ്ടായിരുന്ന അഭിഷേക് ശർമ്മയും കുൽദീപ് യാദവും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത് ബംഗ്ലാദേശ് ക്രിക്കറ്റിൻ്റെ പ്രതിനിധിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഭാരവാഹിയിൽ നിന്നാണ്. അതിനുശേഷം അരമണിക്കൂറോളം ഫൈനൽ ട്രോഫി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നീണ്ടുനിന്നു. ശേഷം മുഹ്സിൻ നഖ്വി താൻ തന്നെ കപ്പ് കൊടുക്കും, മറ്റാർക്കും കപ്പ് കൊടുക്കാൻ അനുവദിക്കില്ല എന്ന വാശിയിൽ ഉറച്ചു നിന്നു. ഒരു തരത്തിലും കപ്പ് വാങ്ങാൻ ഇന്ത്യൻ ടീം തയ്യാറാവാതെ വന്നപ്പോൾ ഒരു ACC ഒഫീഷ്യൽ വന്ന് ട്രോഫി പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് നഖ്വി കപ്പ് തൻ്റെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. ശേഷം നടന്ന ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കപ്പ് കൊണ്ടുവരുന്നതായി അഭിനയിക്കുകയും കപ്പ് കയ്യിലുള്ളതുപോലെ ടീം അംഗങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും എല്ലാ കളിയും ജയിച്ചു ധീരന്മാരായി കപ്പുയർത്താൻ വന്ന ഇന്ത്യൻ ടീമിന് കപ്പ് പൊക്കാൻ കഴിയാത്ത വിധം നാടകീയ സംഭവങ്ങളാണ് ഇന്നലെ ക്രിക്കറ്റ് ലോകം കണ്ടത്.